ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കോമണേഴ്സിന് വാരിക്കോരി അവസരം കൊടുക്കുകയാണ് ബിഗ് ബോസിന്റെ ടീം. എന്നാൽ ഈ ഒരു അവസരം ഇപ്പോൾ വന്ന് ബിഗ് ബോസിന്റെ സ്പോൺസേഴ്സിന് അവരുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഫോളോവേഴ്സിനെയും അല്ലെങ്കിൽ അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു തരംതാണ അല്ലെങ്കിൽ ഒരു നിലവാരം കുറഞ്ഞൊരു രീതിയിലേക്കായി പോയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്കുള്ള കോമണേഴ്സിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കോമണേഴ്സിനുള്ള ഫാസ്റ്റ് ട്രാക്ക് എൻട്രി നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ കൂടുതൽ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒരു വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇടാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് പറയുന്നതിന്റെ കാര്യം നമുക്ക് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഒരു ഇന്റർനാഷണൽ ഫോർമാറ്റിലുള്ള ഒരു ഷോ അത്രയ്ക്ക് നല്ല ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ലെവലിൽ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. ഇതുവരെയും കോമണേഴ്സിന്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ എയർടെൽ നടത്തി, അതിനുശേഷം മൈജി നടത്തി കോമണേഴ്സിന്റെ എൻട്രി ഒക്കെ. ഈ ഒരു സീസണിലും മൈജിയുടെ കോമണേഴ്സിന്റെ എൻട്രി ഉണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പല രീതിയിൽ കോമണേഴ്സിന്റെ വേണ്ടിയിട്ടുള്ള എൻട്രികൾ നടത്തുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അവർ ഡയറക്റ്റ് നടത്തിയിരിക്കുന്ന കോമണേഴ്സിനുള്ള എൻട്രി, അതുപോലെ തന്നെ മൈജി നടത്തിയ കോമണേഴ്സിനുള്ള എൻട്രി, ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചതായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് അവർ വെച്ച് പുലർത്തിയിരുന്നു. പ്രോപ്പറായിട്ട് ഒരു വീഡിയോ എടുക്കുക, 3 മിനിറ്റിൽ താഴെയുള്ള നമ്മൾ എന്താണെന്ന് നമ്മളുടെ നിലപാടുകൾ എന്താണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എടുത്ത് അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നതായിരുന്നു. ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ആ അപ്ലൈ ചെയ്യുന്ന രീതിക്ക്. എന്നാൽ വീണ്ടും കോമണേഴ്സിന് വീണ്ടും അവസരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ഫാസ്റ്റ് ട്രാക്ക് എൻട്രി കൂടെ കൊണ്ടുവരുന്നു മറ്റൊരു സ്പോൺസറായിട്ടുള്ള ഒരു ടീം. അവരുടെ ഒരു ആഡ് കണ്ടപ്പോൾ തന്നെ എന്ത് ഒരു നിലവാരമില്ലാത്ത രീതിയിലുള്ള കോമണേഴ്സിന്റെ എൻട്രിയാണ് ഇത്. ശരിക്കും കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള എൻട്രിക്ക് നടത്തുന്ന ഒരു പരിപാടിയാണോ, അതോ അവരുടെ പേജിനും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനത്തിനും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിനും റീച്ച് ഉണ്ടാക്കാനും ഫോളോവേഴ്സിനെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രം നടത്തിയൊരു എന്താ പറയുന്നത് കോമണേഴ്സ് എൻട്രി അല്ലെങ്കിൽ കോമണേഴ്സിന്റെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോമണേഴ്സിന് അവിടെ അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയാനും അവരുടെ കഴിവുകൾ കാണിക്കാനുമുള്ള സാഹചര്യങ്ങളൊന്നും അവർ ഈ പറയുന്ന എൻട്രി പ്രൊസീജിയേഴ്സിൽ ഒന്നും തന്നെ ഇല്ല. അവരുടെ സ്ഥാപനം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു 3 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ, അതിലൊരു 30 സെക്കൻഡ് മാത്രം ഈ പറയുന്ന കോമണേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ പോകാൻ താല്പര്യമുള്ള വ്യക്തികളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉൾപ്പെടുത്തുക, ഒരു 30 സെക്കൻഡ്. ബാക്കിയുള്ള 2.5 മിനിറ്റും ഈ പറയുന്ന സോ കോൾഡ് സ്പോൺസറിനെ പുകഴ്ത്തിക്കൊണ്ട് വേണം നമ്മുടെ കോമണേഴ്സ് അല്ലെങ്കിൽ സാധാരണക്കാര് വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട്. അത് അവരെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല, അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും അറിയത്തില്ല. വെറുതെ അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി പുകഴ്ത്തിക്കൊണ്ട് വീഡിയോ ഉണ്ടാക്കി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇടുകയും അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനെ ടാഗ് ചെയ്യുകയും ചെയ്യണം. എന്തിന്റെ ആവശ്യകതയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബിഗ് ബോസിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ബിഗ് ബോസിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരുള്ള ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രൊഫൈലും കാര്യങ്ങളും അയച്ചു മേടിക്കുക, അതിനുശേഷം അതിൽ നിന്ന് അവരെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതും ഇത്രയും നമുക്കെല്ലാവർക്കും അറിയാം, ഇതിന് മാത്രം ആൾക്കാരെ ഒന്നും ഇവർ കോമണേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നില്ല. ഓൾറെഡി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു എൻട്രി അവർ അഗ്നി പരീക്ഷയിലേക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മൈജിയുടെ സൈഡിൽ നിന്നും അഗ്നി പരീക്ഷയിലേക്ക് വേണ്ടി ഒരു ഫാസ്റ്റ് ട്രാക്ക് എൻട്രി നടത്തി കഴിഞ്ഞു. സോ അടുത്തത് ഇവരുടെ സൈഡിൽ നിന്ന് വന്നാലും കൂടി വന്നു കഴിഞ്ഞാൽ 1-2 കണ്ടസ്റ്റൻസിനെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അഗ്നി പരീക്ഷയിൽ വന്നതിന് ശേഷം അതിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സോ ഒരു മാക്സിമം ഒരു 4-5 കണ്ടസ്റ്റൻസിനെ ആയിരിക്കും അഗ്നി പരീക്ഷയിലേക്കെങ്കിലും മാക്സിമം ഇവരുടെ സൈഡിൽ നിന്ന് വിടാൻ പോകുന്നത്. അത്രയെങ്കിലും കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത്രയധികം ആൾക്കാർ ഇവരുടെ പേജിൽ ഇവരുടെ പ്രൊഡക്ട്സിനെ പറ്റിയും ഇവരുടെ സ്ഥാപനത്തിനെ പറ്റിയും പുകഴ്ത്തി പറഞ്ഞ് വീഡിയോ 3 മിനിറ്റ് ഇട്ട് ഇവരെ ടാഗ് ചെയ്ത് ഇവർക്ക് കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായി മാത്രമാണ് ഈ ഒരു കോമണേഴ്സ് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി ഈ ഒരു മൂന്നാമത്തെ ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ അവർ ഇത്രയും ചീപ്പായോ അല്ലെങ്കിൽ ഇത്രയും നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് പോയോ, ഇതുപോലെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രം ഒരു എൻട്രി നടത്തുന്ന രീതിയിലുള്ള ഒരു സ്പോൺസറെയൊക്കെ വെച്ച് ബിഗ് ബോസ് നടത്തിക്കൊണ്ട് പോകേണ്ട ഒരു ഗതികേടൊക്കെ ബിഗ് ബോസിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇന്റർനാഷണൽ ഷോയ്ക്ക് അത്രയും ഒരു ഗതികേടുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു. അവര് കന്നഡയ്ക്കും ഇതുപോലെ തന്നെയൊക്കെ ചെയ്യുന്നുണ്ട്. കന്നഡ പലരും അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പം ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഈ ഒരു തവണ കോമണേഴ്സിന് വാരിക്കൂരി അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവസരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ അവസരത്തിൽ പ്രേക്ഷകർ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണക്കാര് ബിഗ് ബോസിന്റെ സ്പോൺസർ ആയിട്ടുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയായി ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് എത്ര പേരെ തിരഞ്ഞെടുക്കുമെന്ന് മാത്രം അറിയത്തില്ല. അതിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുന്നത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്രോപ്പർ രീതികളോ അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളോ ഒന്നും അതിലൊന്നും വ്യക്തമാക്കുന്നില്ല. ഇനിയിപ്പോൾ
പുതിയ പ്രൊമോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അവരുടെ പേജിൽ കയറി നോക്കി കഴിയുമ്പോൾ ഇത്ര മാത്രമാണ് പറയുന്നത്. താല്പര്യമുള്ള കോമണർ ആയിട്ടുള്ള ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന 3 മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ അവരുടെ പ്രസ്ഥാനത്തെ പുകഴ്ത്തിക്കൊണ്ടും അവരുടെ ടാഗ്ലൈനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അതിൽ ഏതെങ്കിലും യൂസ് ചെയ്ത് 3 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ എടുക്കുക. അതിലൊരു 30 സെക്കൻഡ്, ആദ്യത്തെ 30 സെക്കൻഡ് സെൽഫ് ഇൻട്രഡക്ഷനും കൂടെ ചെയ്ത് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ എന്നുവരെയാണ് അവസാന തീയതി, അതായത് ബിഗ് ബോസ് തുടങ്ങുന്നത് വരെയും പ്രേക്ഷകരെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ താല്പര്യമുള്ള പ്രേക്ഷകരൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാമിന് റീച്ച് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കണോ? പ്രോപ്പറായിട്ടൊരു സംഭവമൊക്കെ ഇവർക്ക് സെറ്റ് ചെയ്യാമായിരുന്നു, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബിഗ് ബോസിനും ഈ ഒരു രീതി ഒഴിവാക്കാമായിരുന്നു. കാരണം സ്പോൺസർമാർ വേണം, സ്പോൺസർമാർക്ക് സപ്പോർട്ട് ചെയ്യണം. സ്പോൺസർമാരായിട്ട് മൈജി ഉണ്ടല്ലോ, മൈജി എന്ത് വൃത്തിയായിട്ടാണ് കോമണേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ തവണ എങ്ങനെയാണോ തെരഞ്ഞെടുത്തത് അതുപോലെ തന്നെ ഈ തവണയും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് മാത്രമല്ലാതെ അവരുടെ സൈഡിൽ നിന്ന് ഒരു ഫാസ്റ്റ് ട്രാക്ക് എൻട്രി വെക്കുന്നു. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ളവരുടെ പ്രോപ്പർ ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, അവരെന്താണെന്നും അവരാരാണെന്നും ഒക്കെ തെളിയിച്ചുകൊണ്ട് 3 മിനിറ്റിൽ താഴെയുള്ള അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രൊഫൈൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു. ഇത് ഈ മൂന്നാമത് വന്ന ആ ഒരു ബിഗ് ബോസ് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി എന്ന് പറയുന്നത് വളരെ നിലവാരമില്ലാത്ത രീതിയിലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും നിങ്ങൾ പ്രേക്ഷകർക്ക് താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പൊ നിങ്ങൾ നോക്കി താല്പര്യമുള്ളവരും ഒക്കെ അവസരങ്ങളൊന്നും കളയാൻ നിൽക്കേണ്ട. whitegold.kerala എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ടാഗ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ആ ഒരു ലിങ്ക് എടുത്തിട്ട് whitegold.money/AP കേരള എന്ന വെബ്സൈറ്റിൽ കയറി നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് അവർക്ക് ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരൊക്കെ ചെയ്തു കൊള്ളുക. ഇതിപ്പം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് മാത്രം കരുതിയാൽ മതി. കാരണം ഇത്രയും നാൾ നമ്മൾ ബിഗ് ബോസ് കണ്ടുവരുന്നു, പല ലാംഗ്വേജുകളിൽ കണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു തവണ ഇങ്ങനെ ഒരു സ്പോൺസർ വന്നു കഴിഞ്ഞപ്പോൾ മാത്രം അവരുടെ പേഴ്സണൽ ലാഭങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ മാക്സിമം മുതലാക്കുക എന്നുള്ള ഒരു മോശമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി വെച്ചത് വളരെ മോശമായി പോയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.